CPIM ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്തിൽ CPIM അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസ് ഇന്ന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും. CPIM വിമത നേതാവ് ആർ രാജേന്ദ്രകുമാറിനെ പുറത്താക്കാനാണ് ഈ അട്ടിമറി നീക്കം. 13-ൽ 7 അംഗങ്ങളും ഈ നോട്ടീസിൽ ഒപ്പിട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് CPIM കൂട്ടുകെട്ട് നേതൃത്വത്തിൻ്റെ അറിവോടെയാണെന്നാണ് CPIM പഞ്ചായത്ത് അംഗം ആരോപിക്കുന്നത്. അംഗങ്ങൾ തമ്മിലുള്ള ഒരു ശബ്ദരേഖയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നാസർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എവിടെ പാർട്ടി ഓഫീസിലോ? നാസർ പറഞ്ഞത് ഒരു ജില്ലയിലും പഠിപ്പിച്ചു വിട്ടോ, ഒന്നും തെറ്റരുത്. ഞങ്ങൾക്ക് കാരണം കാണിക്കുന്ന നോട്ടീസ് മാത്രമേ ഉള്ളൂ. എന്നാ പറഞ്ഞ പഠിപ്പിച്ചു വിട്ടോന്നും തെറ്റരുതെന്നോ? നാസർ പറഞ്ഞത് എല്ലാരും പഠിപ്പിച്ചോളാം, തെറ്റരുതെന്ന് ഈ അവിശ്വാസത്തിലേ ഞാൻ പറഞ്ഞ മനസ്സിലായി. നീ അത് പേടിക്കേണ്ടതാണ്. ഞാനത് ഉറപ്പ് പറയുന്നത്. എനിക്ക് നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇത് സംവിധാനം വഴിയാണല്ലോ, അല്ല ഇവിടുത്തെ സംവിധാനം അല്ലല്ലോ ഇടപെട്ടേക്കുന്നത്. ഏതാ നിനക്ക് കാര്യം മനസ്സിലായോ? കുറേ അധികം കാലമായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറുന്ന ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ മനീഷ് മൊഗിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ശബ്ദ സംഭാഷണത്തിൽ പറയുന്ന നാസർ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആർ നാസറാണ്. നേരത്തെ അതായത് കുട്ടനാട്ടിൽ തന്നെ CPMൻ്റെ വലിയ ശക്തി കേന്ദ്രമാണ് രാമങ്കരി. രാമങ്കരി പഞ്ചായത്തിലാണ് തങ്ങളുടെ ഭരണം, CPMൻ്റെ തന്നെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാറിനെ പുറത്താക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി CPIM അംഗങ്ങൾ തന്നെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഒപ്പിട്ടത്. അതായത് 13 അംഗങ്ങളിൽ 9 CPIM അംഗങ്ങളുണ്ട്. ഈ 9 CPIM അംഗങ്ങളിൽ 3 അംഗങ്ങളും 4 കോൺഗ്രസ് അംഗങ്ങളും ചേർന്ന് 7 അംഗങ്ങൾ ഇന്ന് അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ടാൽ, ഇന്ന് അവതരണത്തിൽ പിന്തുണ നൽകി കഴിഞ്ഞാൽ അവിടെ LDFിൻ്റെ ഭരണം നഷ്ടമായി കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് അവിടുത്തെ ഭരണം എത്തും. ഇന്ന് 11 മണിക്ക് രാമങ്കരി പഞ്ചായത്തിലാണ് അവിശ്വാസ പ്രമേയത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ CPM നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്, ഇത്തരത്തിലൊരു കൂട്ടുകെട്ട് ഈ കുട്ടനാട്ടിൽ CPIM കോൺഗ്രസ് കൂട്ടുകെട്ടിന് ഒരു തരത്തിലുമുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ അനുമതി ഇല്ല എന്നുള്ള വിവരമാണ്. പക്ഷേ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് രംഗത്തെത്തി അവിടെ അവിശ്വാസ പ്രമേയ നടപടികളിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന ശബ്ദ സന്ദേശമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസമാണ് കുട്ടനാട്ടിൽ മാത്രം 200-ലധികം പാർട്ടി അംഗത്വമുള്ള മെമ്പർമാർ CPIയിലേക്ക് ചേക്കേറിയ സാഹചര്യമുണ്ടായത്. ഈ ഒരു വിഭാഗീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ കൊഴിഞ്ഞു പോക്കിന് കാരണമായി ഉണ്ടായത് അവിടുത്തെ മുൻ ഏരിയ സെൻറ്റർ CPMൻ്റെ മുൻ ഏരിയ സെൻറ്റർ അംഗവും ഇപ്പോഴത്തെ രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റുമായ ആർ രാജേന്ദ്രകുമാർ നടത്തിയ വിഭാഗീയ പ്രവർത്തനമാണ്. അങ്ങനെ വിമത നീക്കം നടത്തുന്ന രാജേന്ദ്രകുമാറിനെ പുറത്താക്കാനാണ് തങ്ങൾ വർഷങ്ങളായി ഭരിക്കുന്ന ഒരു രാമങ്കരി പഞ്ചായത്ത് അവിടുത്തെ ഭരണം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് CPIM എത്തിച്ചേരുന്നത്. ഇതിൽ രാജേന്ദ്രകുമാർ ഉന്നയിക്കുന്ന ആരോപണം, ഇത് മാവേലിക്കര മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. മാവേലിക്കര മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും CPIയുമായുള്ള ഒരു ഡീലിൻ്റെ ഭാഗമായാണിത്. അതിൻ്റെ ഭാഗമായി തന്നെ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ വോട്ടുകൾ അവിടെ മറിഞ്ഞിട്ടുണ്ട്. ഡീലിൻ്റെ ഭാഗമായി തന്നെയാണ് രാമങ്കരി പഞ്ചായത്തിലെ CPIമിൻ്റെ ഭരണം കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് എത്താനുള്ള നീക്കമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്താണെങ്കിലും ഇന്ന് 11 മണിക്കറിയാം എന്തൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും കുട്ടനാട്ടിൽ രാമങ്കരി പഞ്ചായത്തിൽ അരങ്ങേറുക എന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് മനീഷ് മൊഗിബാലാണ്.